ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സീരീസ് മാനിയാക്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഗോബ്ലിൻ്റെ 12th എപ്പിസോഡിൻ്റെ നറേഷനുമായിട്ട് എത്തിയിരിക്കുകയാണ് ഞാൻ. പാർക്കിൻ്റെ റീ എൻട്രിയിലൂടെയായിരുന്നു എപ്പിസോഡ് 11 അവസാനിച്ചത്. പാർക്കിനെ കണ്ട് ഇയുൻതാക്ക് ഞെട്ടി നിൽക്കുകയാണ്. അവനാണെങ്കിൽ ആകെ ഒരു ദുരൂഹതയും. ഗ്രിംറിപ്പർ തൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞ കഥയിലെ അവന് മിസ്സായിപ്പോയ ആ ആത്മാവ് പാർക്കിൻ്റേതാണ്. ഇയുൻതാക്ക് അവളാണ് ഗോബ്ലിൻ്റെ ബ്രൈഡെന്ന് പുള്ളിനോട് പറയുന്നുണ്ടെങ്കിലും അവളാകെ പേടിച്ചിരിക്കുകയാണ്. അവൾ മറ്റു ഗോസ്റ്റുകളോട് അവൾക്ക് വർക്കിന് ടൈമായി, അതുകൊണ്ട് ഷോപ്പിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയുന്നു. അത് കേട്ടപ്പോൾ ഗോസ്റ്റുകൾക്ക് ദേഷ്യമായി. ഇയുൻതാക്കിനെ നോക്കി പാർക്ക് ഒരു ചിരി ചിരിച്ചിട്ട് അവിടെ നിന്ന് മറ്റു ഗോസ്റ്റുകൾക്കൊപ്പം ഡിസപ്പിയർ ആയി പോകുന്നു. പാർക്ക് പോയിട്ടും ഇയുൻതാക്കിന് നല്ല ജീവൻ തിരിച്ചു വന്നിട്ടില്ല. അവൾ വീട്ടിൽ ചെന്നിട്ട് അവളുടെ എല്ലാ കോട്ടിൻ്റെ പോക്കറ്റിലും ലൈറ്റേഴ്സ് എടുത്തു വയ്ക്കുന്നു. എന്നിട്ടവൾ ഡയറി എഴുതാൻ പോകുന്നു. അപ്പോഴെല്ലാം അവളുടെ മനസ്സിൽ പാർക്കാണ്. അവൾക്കൊന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റണില്ല. ചുമ്മാ പേജസ് മറിച്ച് നോക്കിയപ്പോൾ അവൾ ഗോബ്ലിൻ്റെ ജേണൽ അവൾ പകർത്തി എഴുതിയത് കാണുന്നു. അത് കണ്ടപ്പോൾ അവൾക്ക് ദേഷ്യം കൂടുകയാണ്. സണ്ണി ഗ്രിംറിപ്പർ പറഞ്ഞ കാര്യമോർത്ത് വീട്ടിലിരുന്ന് സോജു കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടവൾ ഒരു ഗ്ലാസ് സോജു കുടിക്കുമ്പോൾ ഗ്രിംറിപ്പറിനെ ഡേറ്റ് ചെയ്യണം, നെക്സ്റ്റ് ഗ്ലാസ് കുടിക്കുമ്പോൾ ഗ്രിംറിപ്പറിനെ ഡേറ്റ് ചെയ്യണ്ട, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവസാനത്തെ ക്ലാസ്സിലെ സോജു കുടിക്കുമ്പോൾ എന്ത് പറയുന്നു അത് ഫിക്സ് ആക്കാനാണ് ആളുടെ പ്ലാൻ. ബട്ട് ഒരു സോജു ബോട്ടിലിൽ 7 ഗ്ലാസ് സോജു ഡ്രിങ്ക് ഉള്ളൂന്ന് അവൾക്കറിയാം. എന്നിട്ടും അവൾ മനഃപൂർവ്വം ഗ്രിംറിപ്പറിനെ ഡേറ്റ് ചെയ്യണം എന്ന ആൻസർ കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്നു. നെക്സ്റ്റ് അവൾ റാഡിഷ് പിക്കിൾ എടുത്തിട്ട് അതിലെ കഷ്ണങ്ങൾ എണ്ണി നോക്കി ഇത് തന്നെ ആവർത്തിക്കുന്നു. ഗ്രിംറിപ്പർ അവൻ്റെ ഫ്രണ്ടിന് ഷൂ വാങ്ങാൻ വേണ്ടിയിട്ട് കൂട്ടുവന്നേക്കുകയാണ്. അപ്പോൾ ഗ്രിംറിപ്പർ, നിനക്ക് എപ്പോഴെങ്കിലും ചെറി ഫ്ലവറിൻ്റെ കൊമ്പ് വെച്ച് അടി കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. കിട്ടിയിട്ടുണ്ട്, ഒരു മന്ത്രവാദി എന്നെ ഒഴിപ്പിക്കാൻ വേണ്ടി അതുകൊണ്ട് അടിച്ചിട്ടുണ്ടെന്ന് ഫ്രണ്ട് പറഞ്ഞു. നിനക്ക് പാസ്റ്റ് ലൈഫിനെ പറ്റി ഓർമ്മയില്ലാത്തതോർത്ത് സങ്കടം തോന്നിയിട്ടുണ്ടോ എന്ന് ഗ്രിംറിപ്പർ ചോദിച്ചു. ഇല്ല, അത് മറന്നു പോയതല്ല, നമുക്ക് അങ്ങനൊരു മെമ്മറിയേ ഉണ്ടായിട്ടില്ലെന്ന് വിചാരിച്ചാൽ വിഷമം ഉണ്ടാവില്ലെന്ന് ഫ്രണ്ട് പറഞ്ഞു. എനിക്ക് ആ മെമ്മറി തിരിച്ചു വേണമെന്ന് ഗ്രിംറിപ്പർ പറഞ്ഞു. അത് വേണ്ട, നമ്മളെല്ലാം കടുത്ത പാപികളാണ്, വെറുതെ മെമ്മറി തിരിച്ചു പിടിച്ച് സങ്കടപ്പെടേണ്ടെന്ന് ഫ്രണ്ട് പറഞ്ഞു. അപ്പോൾ ഗ്രിംറിപ്പർ സണ്ണിയുടെ പാസ്റ്റ് ലൈഫിനെ പറ്റി ഓർക്കുന്നു. ഗ്രിംറിപ്പറും ഗോബ്ലിനും അവരുടെ പഴയ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗ്രിംറിപ്പർ തൻ്റെ പവർ ഉപയോഗിച്ച് ഡ്രിങ്ക്സ് കൂളാക്കുന്നു. ഗോബ്ലിൻ അവൻ്റെ പവർ ഉപയോഗിച്ച് മുട്ട പുഴുങ്ങുന്നു. അപ്പോൾ ഗ്രിംറിപ്പർ സണ്ണി തൻ്റെ ഐഡൻറ്റിറ്റി മനസ്സിലാക്കിയ കാര്യം ഗോബ്ലിനോട് പറയുന്നു. ഗോബ്ലിൻ അപ്പോൾ ചെറുതായിട്ടൊന്ന് ഷോക്കായി. എൻ്റെ പ്രശ്നം അതൊന്നുമല്ല, ഈ മഞ്ഞുകാലത്തും അവൾക്ക് എങ്ങനെയാണാവോ ചെറിപ്പൂവിൻ്റെ മരക്കൊമ്പ് കിട്ടിയത് എന്ന് ഗ്രിംറിപ്പർ പറഞ്ഞു. ഗോബ്ലിൻ ഒന്നും മിണ്ടാ നിന്നില്ല. ചെറിമരം പൂവിട്ടതൊക്കെ ഗോബ്ലിൻ്റെ കഴിവാണല്ലോ. നീ ഒരു കാര്യം ചെയ്യ്, ഒന്നുകൂടെ അവളുടെ കൈ പിടിച്ചിട്ട് എന്നെ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് നോക്കുന്ന ഗോബ്ലിൻ പറഞ്ഞു. ഗ്രിംറിപ്പർ ദേഷ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു, ഒരു തവണ പാസ്റ്റ് കണ്ടതിന് ക്ഷീണം എനിക്ക് ഇതുവരെ മാറിയിട്ടില്ല, അപ്പോഴാ അടുത്തത്. കാര്യമൊക്കെ ശരിയാ, കിംസണിനെ കാണാൻ നല്ല ഭംഗിയൊക്കെയാ, എന്നാലും നീ എൻ്റെ സിസ്റ്ററിനെയാണ് കമൻ്റ് അടിക്കുന്നത്, ഇവിടെ നിർത്തിക്കൊള്ളെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് ഗോബ്ലിൻ ഗ്രിംറിപ്പറിനെ നോക്കുന്നു. പക്ഷെ ഞാൻ ആ കിങ്ങിനെ കണ്ടിരുന്നു എന്ന് ഗ്രിംറിപ്പർ പറഞ്ഞു. അവളുടെ അവസാന നിമിഷത്തിലും അവൾ ചേട്ടനെ ഓർക്കാതെ അവനെപ്പറ്റിയ ഓർത്തതെന്ന് ഗോബ്ലിൻ പിറുപിറുത്തു. അപ്പോഴേക്കും ഇയുൻതാക്ക് ഗ്രിംറിപ്പറിൻ്റെ റൂമിലേക്ക് പോകാൻ പോകുന്നത് ഗോബ്ലിൻ കാണുന്നു. അവളോട് നിൽക്കാൻ ഗോബ്ലിൻ പറയുന്നു. ഗോബ്ലിൻ്റെ അടുത്ത് നിന്ന് അവൾ ഓടാൻ ശ്രമിക്കുമ്പോൾ ഗോബ്ലിൻ മാജിക് യൂസ് ചെയ്ത് അവളുടെ നിന്ന് ആ ബുക്ക് തട്ടിയെടുക്കുന്നു. അപ്പോൾ അവൻ്റെ ഡയറിയുടെ കോപ്പി കാണുന്നു. നീ എൻ്റെ റൂമിൽ എൻ്റെ പെർമിഷൻ ഇല്ലാതെ കയറിയല്ലേ എന്ന് ഗോബ്ലിൻ ചോദിച്ചു. നിങ്ങൾ നിങ്ങളുടെ ഫസ്റ്റ് ലവിന് എഴുതിയ ലവ് ലെറ്റർ ഞാൻ ഗ്രിംറിപ്പറിനെ കൊണ്ട് വായിപ്പിക്കാൻ പോകുമായിരുന്നെന്ന് ഇയുൻതാക്ക് പറഞ്ഞു. അതിനിത് ലവ് ലെറ്റർ അല്ലല്ലോ എന്ന് ഗോബ്ലിൻ ചോദിച്ചു. കള്ളം പറയണ്ട, എനിക്ക് ദൊക്കുവ പറഞ്ഞു തന്നല്ലോ ഇത് ലവ് ലെറ്റർ ആണെന്ന്. ഫസ്റ്റ് സെൻറ്റൻസും ട്രാൻസ്ലേറ്റ് ചെയ്ത് പറഞ്ഞു തന്നു. ഒരു 100 വർഷം കഴിഞ്ഞിട്ട് അവളോട് എൻ്റെ ഫസ്റ്റ് ലവ് അവളാണെന്ന് പറയാൻ എന്നെ അനുവദിക്കണം. ഈ ഡയലോഗ് ഇതിനു മുന്നേ നമ്മൾ കേട്ടിട്ടില്ലേ ഗൈസ്? അതെ, അത് തന്നെ. അന്ന് ഗോഡ് മദറും ഗോബ്ലിനും നേർക്കുനേർ കണ്ട ശേഷം ഗോബ്ലിൻ പ്രാർത്ഥിക്കുന്ന കാര്യം. ഇതെങ്ങനെ ദൊക്കുവ അറിഞ്ഞു എന്നുള്ള ഞെട്ടലിലാണ് ഗോബ്ലിൻ. ഗ്രിംറിപ്പർ അങ്ങോട്ട് ചെന്ന് ആ ലെറ്റർ വായിച്ചു നോക്കിയിട്ട് ഇത് ലവ് ലെറ്റർ അല്ലല്ലോ എന്ന് അവൻ പറയുന്നു. ഇയുൻതാക്കും ഇപ്പോൾ കൺഫ്യൂസ്ഡ് ആയി. ഗോബ്ലിനും ഗ്രിംറിപ്പറും ഒരു നിമിഷം മുഖത്തോട് മുഖം നോക്കി. ദൊക്കുവയിൽ എന്തോ നിഗൂഢതകളുണ്ട്. അപ്പോൾ ഗ്രിംറിപ്പർ അവൻ്റെ എക്സ്പീരിയൻസ് പറയുന്നു. അന്ന് ഗോബ്ലിൻ ആക്സിഡൻറ്റ് ഉണ്ടാക്കിയ ദിവസം ദൊക്കുവ വന്ന് ഗ്രിംറിപ്പറിനെ വിളിച്ചിട്ട് മെമ്മറി ഇറേസ് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ? ഗ്രിംറിപ്പറിന് മെമ്മറി ഇറേസ് ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് ഗോബ്ലിനും ഗ്രിംറിപ്പറിനും അല്ലാതെ വേറെ ആർക്കും അറിയില്ലായിരുന്നു. അതെങ്ങനെ ദൊക്കുവ അറിഞ്ഞു? അപ്പോൾ ഇയുൻതാക്ക് അവളുടെ കാര്യം പറഞ്ഞു. എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയ ആ മേപ്പിൾ ലീഫ് ദൊക്കുവയാണ് കണ്ടെത്തി തന്നത്. അപ്പോൾ ഗോബ്ലിൻ പറഞ്ഞു, ഞാൻ എന്നേക്കുമായി ഇല്ലാതാകാൻ പോകുവാണെന്ന് അവന് മുൻകൂട്ടി അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഈ വീട് വിൽക്കാൻ അവൻ പ്ലാനിട്ടത്. ഞാനിതെന്താ നേരത്തെ ഒന്നും ശ്രദ്ധിക്കാഞ്ഞത്? എന്നിട്ട് ഗ്രിംറിപ്പറും ഗോബ്ലിനും ഒരു നിമിഷം സ്റ്റക്കായിട്ട് എന്താ ചെയ്യേണ്ടേ എന്നുള്ള അവസ്ഥയിൽ നിൽക്കുകയാണ്. പിന്നെ ദൊക്കുവ എങ്ങനെ അറിഞ്ഞു ഇയുൻതാക്ക് സ്കേറ്റിംഗ് റിസോർട്ടിലാണ് അപ്പോൾ ഉണ്ടായിരുന്നതെന്ന്? പിന്നെ സണ്ണിയാണ് ഗോബ്ലിൻ്റെ സിസ്റ്റർ എന്ന് അവൻ ഇയുൻതാക്കിനോട് എങ്ങനെ കറക്റ്റായിട്ട് ഗസ്റ്റ് ചെയ്ത് പറഞ്ഞു? ആകെ കൂടെ കൺഫ്യൂഷൻ ആയല്ലോ.
ഈ സമയത്ത് ദൊക്വ നൈറ്റ് ക്ലബ്ബിലിരുന്ന് ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ ഹെയർ സ്റ്റൈലും ആറ്റിറ്റ്യൂഡും ഒക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. ഇത് നമ്മുടെ ദൊക്വ അല്ല, നമ്മളുടെ ദൊക്വ ഇങ്ങനെയല്ല. ആ പഴയ മണ്ടനായ ദൊക്വയെ റൈറ്റർ തിരിച്ചു തന്നാൽ മതിയായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അന്ന് ഗോബ്ലിനും ഈന്താക്കും ആദ്യമായി കണ്ട ദിവസം, ആ മഴയത്തെ സ്കൂൾ വിട്ട് കഴിഞ്ഞ് വരുമ്പോൾ, അന്ന് ആ ദിവസമാണ് ദൊക്വ യങ് ഗോഡ് മദറിനോട് ഡ്രിങ്ക്സ് കഴിക്കാൻ പോരുന്നുണ്ടോ എന്ന് ചോദിച്ചത്. അവരൊരുമിച്ച് ഡ്രിങ്ക്സ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഗോഡ് മദർ ചോദിച്ചു, അപ്പോൾ അങ്ങനെ ഗോബ്ലിനും അവൻ്റെ ബ്രൈഡും കണ്ടുമുട്ടി അല്ലേ? ഇതാണ് വിധി എന്ന് ദൊക്വ പറഞ്ഞു. പിന്നൊരു ദിവസം ഗോഡ് മദറും ദൊക്വയും ഡ്രിങ്ക്സ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഗോഡ് മദർ ചോദിച്ചു, ഇതിൻ്റെ ഇടയിലേക്ക് നിങ്ങളെന്തിനാ ആ കിങ്ങിനെ കൊണ്ടുവന്നത്? വാളിനാൽ കുത്തേറ്റവനെയും ആ വാൾ കുത്താൻ പ്രേരിപ്പിച്ചവനെയും മീറ്റ് ചെയ്യിപ്പിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അത് മറ്റൊരു വിധിയെന്ന് ദൊക്വ പറഞ്ഞു. ഇപ്പോൾ ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ. ദൊക്വയല്ലേ ഗ്രിമ്രിപ്പറിനെ ആ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഗോബ്ലിൻ്റെ കൂടെ താമസിപ്പിച്ചത്. പിന്നെ ഗോഡ് മദറിൻ്റെ വാക്കിൽ നിന്നും ഒരു കാര്യം ഉറപ്പിക്കാം, ആ കിങ് ഗ്രിമ്രിപ്പർ തന്നെയാണ്. ദൊക്വയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ ഗോഡ് മദറിന് ദേഷ്യം വരുന്നു. കാരണം ഗോബ്ലിൻ ആവശ്യത്തിൽ കൂടുതൽ അനുഭവിച്ചു കഴിഞ്ഞുവെന്ന് ഗോഡ് മദർ പറഞ്ഞു. ദൊക്വ ഭയങ്കര കൂളായിട്ട് ഓരോ ജീവനും വിലയുണ്ട് എന്ന് പറയുന്നു. അത് ശരിയാണ്. ഗോബ്ലിൻ യുദ്ധക്കളത്തിൽ വെച്ച് എത്ര പേരെയാ കൊന്നേക്കുന്നത്? അന്ന് ആ ഷിപ്പിലുണ്ടായിരുന്നവരെ മൊത്തം ഗോബ്ലിൻ കൊന്നില്ലേ? അതിൽ ചിലപ്പോൾ നിരപരാധികൾ ഉണ്ടായിരുന്നിരിക്കാം. ഗോബ്ലിൻ അതൊന്നും നോക്കിയില്ലല്ലോ. ഞാൻ ദൊക്വേനെ സപ്പോർട്ട് ചെയ്ത് പറയണല്ല കേട്ടോ, ജസ്റ്റ് ഫാക്ട്സ് പറഞ്ഞു എന്നുള്ളൂ. അപ്പം ഇനി നമുക്ക് കഥയിലോട്ട് തിരിച്ചു വരാം. എന്നാൽ പിന്നെ നിനക്ക് പെർഫെക്റ്റ് ആയ വേൾഡ് ക്രിയേറ്റ് ചെയ്തുകൂടായിരുന്നോ എന്ന് ഗോഡ് മദർ ചോദിച്ചു. അപ്പോൾ നമ്മളൊരു ജോക്കറായിട്ട് മാത്രം കണ്ടിരുന്ന ദൊക്വയായിരുന്നോ സാക്ഷാൽ ദൈവം? അങ്ങനെയാണെങ്കിൽ മനുഷ്യന്മാരാരും ദൈവത്തെ തിരക്കി വരില്ലല്ലോ എന്നാണ് ദൊക്വ കൊടുത്ത മറുപടി. ഞാനെല്ലാവരെയും സൃഷ്ടിച്ചിരിക്കുന്നത് സ്നേഹം കൊണ്ടാണ്. അവരെ ഇനിയും ബുദ്ധിമുട്ടിക്കാതെ അവരാരൊക്കെയാണെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ ദൊക്വയോട് ഗോഡ് മദർ ആവശ്യപ്പെടുന്നു. ദൊക്വ തൻ്റെ ആലോചന അവിടെ നിർത്തി. അങ്ങനെ അവർ എൻ്റെ അടുത്തെത്തി എന്ന് ദൊക്വ സെൻസ് ചെയ്തുകൊണ്ട് പറയുന്നു. ക്ലബിലേക്ക് ഗ്രിമ്രിപ്പറും ഗോബ്ലിനും വരുന്നു. ഗോബ്ലിനും ഗ്രിമ്രിപ്പറും ഗോഡിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഗോഡിൻ്റെയും അവരുടെയും ഇടയിൽ ഒരു ഗ്ലാസ് പോലത്തെ ട്രാൻസ്പെറൻ്റ് ആയ പ്രതലം വരുന്നു, ഒരു ബോർഡർ പോലെ. പെട്ടെന്ന് ടൈം സ്റ്റോപ്പ് ആകുന്നു. ദൊക്വയോട് ഇൻഫോർമലായിട്ട് സംസാരിക്കാൻ ചെന്ന ഗോബ്ലിൻ പെട്ടെന്ന് അവനോട് ബഹുമാനത്തോടെ നിങ്ങൾ ആരാണെന്ന് ചോദിക്കുന്നു. ഉടനെ ദൊക്വ ഗോബ്ലിൻ മരിക്കാൻ നേരത്ത് പറഞ്ഞ വേർഡ്സ് പറയുന്നു. ഒരിക്കലും പ്രാർത്ഥിക്കരുത്, ദൈവം നിങ്ങളെ ഒരിക്കലും കേൾക്കില്ല. നെക്സ്റ്റ് ഗ്രിമ്രിപ്പർ അവൻ്റെ ഫ്രണ്ടിനോട് ഒരു ദിവസം പറഞ്ഞ കാര്യമില്ലേ, അന്ന് ആ അമ്മയെയും മകളെയും കൊണ്ടുപോകുന്നതിന് മുന്നേ പാർക്കിൽ വെച്ച് പറഞ്ഞ ആ കാര്യം, അത് ഗോഡ് പറയുന്നു. എൻ്റെ മെമ്മറി ഇറേസ് ചെയ്തതും ദൈവത്തിൻ്റെ പ്ലാൻ ആയിരിക്കും. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചല്ലോ എന്ന് ദൈവം പറഞ്ഞിട്ട് ഗോബ്ലിനോട്, എന്നിട്ട് നിനക്ക് മരിക്കാൻ ഞാൻ അവസരം തന്നിട്ടും നീ എന്താ മരിക്കാത്തത് എന്ന് ചോദിച്ചു. ഉടനെ ഗ്രിമ്രിപ്പറിനോട് ദൈവം, ഞാനാണോ നിന്റെ മെമ്മറി ഇറേസ് ചെയ്തത്? അത് നീയല്ലേ എന്ന് പറഞ്ഞ് ചായ കുടിക്കുന്ന സീൻ ഓർമ്മിപ്പിക്കുന്നു. ഗോബ്ലിനും ഗ്രിമ്രിപ്പറും ആൻസർ പറയാതെ ഞെട്ടിത്തെരിച്ചു നിൽക്കുകയാണ്. ഞാനെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. ചോദ്യങ്ങൾ ചോദിക്കേണ്ടവൻ ഞാനാണ്. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങളെയാണ് വിധി എന്ന് വിളിക്കുന്നത്. അതിൻ്റെ ആൻസർ നിങ്ങളുടെ ലൈഫ് കൊണ്ട് നിങ്ങൾ കണ്ടെത്തണം. ഇനി ഞാൻ ദൊക്വയോട് ഗുഡ് ബൈ പറയാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം ദൊക്വയുടെ ബോഡിയിൽ നിന്നും കുറേ ബട്ടർഫ്ലൈസായി പറന്ന് ആകാശത്തിലേക്ക് പോകുന്നു. ഈ സമയത്ത് ദൊക്വ താഴെ വീഴുകയും ടൈം പിന്നെയും ഓടിത്തുടങ്ങുകയും ചെയ്യുന്നു. ദൊക്വ മയക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നിട്ട്, അങ്കിൾസ് രണ്ടുപേരും എന്താ ഇവിടെ? ഒരൊറ്റ ഡ്രിങ്ക് കഴിച്ചപ്പോഴേക്കും ഞാൻ ഫിറ്റായോ എന്നൊക്കെ ചോദിക്കുന്നു. യെസ്, നമ്മുടെ ദൊക്വ തിരിച്ചു വന്നു. പക്ഷെ ആ ഗോഡിൻ്റെ ക്യാരക്ടർ മരണമാസായിരുന്നു. എന്താ ഒരു പവർ! ഗോബ്ലിനും ഗ്രിമ്രിപ്പറും ഇങ്ങനെ ആൻസർ പറയാതെ നിൽക്കുന്ന സീൻ ഓർക്കുമ്പോൾ തന്നെ എന്തോ പോലെ. ഗോബ്ലിനാണെങ്കിൽ ദൊക്വയെ കണ്ടിട്ട് ദേഷ്യമായിട്ടും പാടില്ല. നീ ആരായിരുന്നാലും ഞാൻ ഒരെണ്ണം ഇപ്പോൾ നിനക്കിട്ട് തരും എന്ന് പറഞ്ഞ് ഗോബ്ലിൻ ദൊക്വയെ തല്ലാൻ പോകുന്നു. പാവം ദൊക്വ, അവനെന്തറിയാം, അവൻ പേടിച്ച് മാറി നിൽക്കുകയാണ്. ഗോബ്ലിനെ ഗ്രിമ്രിപ്പർ തടഞ്ഞു പിടിച്ചിട്ട് ദൊക്വ അല്ലായിരുന്നു അത്, അവനെ വെറുതെ വിടാൻ പറയുന്നു. പക്ഷെ ഗോബ്ലിന് ദൊക്വയോടുള്ള ദേഷ്യം കൂടി വരികയാണ്. ഇല്ല, നീ വിട്ടോ, ഞാനവനെ ഒന്നും ചെയ്യില്ലെന്ന് പറഞ്ഞ് ഗോബ്ലിൻ ഗ്രിമ്രിപ്പറിൻ്റെ കയ്യിൽ നിന്ന് എസ്കേപ്പായിട്ട് വീണ്ടും ദൊക്വയെ തല്ലാൻ പോകുന്നു. പക്ഷെ ഗ്രിമ്രിപ്പർ അവനെ ശക്തിയായി പിടിച്ചിട്ടുണ്ട്. ഇന്ന് തന്നെ ഈ ബട്ടർഫ്ലൈയുടെ ചിറകൊക്കെ ഒടിച്ചിട്ട് തന്നെ കാര്യമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഗോബ്ലിൻ വഴക്കുണ്ടാക്കുന്നത്. ഇതും കൂടെ കേട്ടപ്പോൾ ഗോബ്ലിൻ അങ്കിളിന് വട്ടായെന്ന് ദൊക്വ വിചാരിക്കുന്നു. ഇയുന്താക്കും സണ്ണിയും സ്വീറ്റ് പൊട്ടറ്റോസ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സണ്ണി അവൾ കിംവൂബിൻ ഗ്രിമ്രിപ്പറാണെന്ന് മനസ്സിലാക്കിയ കാര്യം പറയുന്നു. ഇയുന്താക്ക് ഒന്ന് ഞെട്ടിയിട്ട്, ഗ്രിമ്രിപ്പർ വളരെ നല്ല മനുഷ്യനാണ്, എനിക്ക് ചെറുപ്പം മുതൽ അറിയാമെന്നൊക്കെ പറയുന്നു. കിംവൂബിൻ ഗ്രിമ്രിപ്പർ ആണെങ്കിൽ അപ്പോൾ കൂടെ താമസിക്കുന്ന ആൾ ഗോബ്ലിൻ ആണല്ലേ? അപ്പോൾ നീ ഗോബ്ലിൻ്റെ ബ്രൈഡ് ആണല്ലേ എന്ന് സണ്ണി ചോദിക്കുന്നു. ഇയുന്താക്ക് സോറി പറഞ്ഞിട്ട് ടെക്നിക്കലി ഞാൻ പുള്ളിയുടെ വൈഫാണ്, ടെക്നിക്കലി മാത്രം എന്ന് പറയുന്നു.
ഇങ്ങനെ ഗ്രിംറിപ്പറിന്റെ വീടിന് മുന്നിൽ കിടന്ന് കറങ്ങാതെ ഗ്രിംറിപ്പറിനെ ഫോൺ ചെയ്തൂടെ എന്ന് ഇയുൻതാക്ക് ചോദിച്ചു. അവനല്ലേ എന്നെ വേണ്ടെന്ന് പറഞ്ഞു പോയേ, അപ്പം അവൻ വിളിക്കട്ടെ എന്ന് പറഞ്ഞ് സണ്ണി ദേഷ്യപ്പെടുന്നു. എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് ഇയുൻതാക്ക് പറഞ്ഞു. നിനക്ക് പഠിക്കാനുള്ളത് കൊണ്ട് പാർട്ട് ടൈം ജോബിൻ്റെ ടൈം റിവൈസ് ചെയ്യണമെന്ന് പറയാനല്ലേ നീ പോകുന്നതെന്ന് സണ്ണി ചോദിച്ചു. അതെങ്ങനെ മനസ്സിലായി? ബോസ് ശരിക്കും മനുഷ്യൻ തന്നെയല്ലേന്ന് സണ്ണിയെ തൊട്ടു നോക്കിക്കൊണ്ട് ഇയുൻതാക്ക് ചോദിച്ചു. പിറ്റേ ദിവസം സണ്ണി ചിക്കൻ ഷോപ്പിൽ ഇരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഒരു കൂട്ടം ഗ്രിംറിപ്പേഴ്സ് വരുന്നു. എക്സെപ്റ്റ് നമ്മുടെ ഗ്രിംറിപ്പർ. സണ്ണിയുടെ ലുക്കിൽ ആ ഗ്രിംറിപ്പേഴ്സ് എല്ലാം വീണു. സണ്ണിയുടെ അയൽക്കാരനാണല്ലോ അതിലൊരു ഗ്രിംറിപ്പർ. അതുകൊണ്ടാണ് സണ്ണിയുടെ ഷോപ്പിലേക്ക് ബാക്കി റിപ്പേഴ്സിനെയും കൂട്ടിക്കൊണ്ട് അവൻ വന്നത്. അവർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് സണ്ണി ഒരു പ്ലേറ്റ് ചിക്കനായിട്ട് വരുന്നു. ഇത് ഞാൻ ഓർഡർ ചെയ്തില്ലല്ലോ എന്ന് ആ പ്രറ്റി ലേഡി ഗ്രിംറിപ്പർ ചോദിച്ചു. ഇത് സർവീസിൻ്റെ ഭാഗമാണ്, നിങ്ങൾക്ക് നല്ല ഡിഫിക്കൽട്ട് ജോബ് ചെയ്യാനുള്ളതല്ലേ എന്ന് പറഞ്ഞ് സണ്ണി അത് കൊടുത്തിട്ട് പോകുന്നു. ഒരു നിമിഷം ഗ്രിംറിപ്പേഴ്സ് എല്ലാം പരസ്പരം നോക്കി. സണ്ണിക്കെങ്ങാനും അവരുടെ ജോബിനെ പറ്റി അറിയോ എന്നുള്ള രീതിയിൽ. ഫുഡ് കഴിച്ചു കഴിഞ്ഞ് പ്രറ്റി ലേഡി ഗ്രിംറിപ്പർ പോകുന്ന വഴിയിൽ പാർക്കിനെ കാണുന്നു. ഗ്രിംറിപ്പറിന്റെ മുന്നിൽ വന്ന് നിൽക്കാൻ നിനക്കിത്ര ധൈര്യമോ എന്ന് ഗ്രിംറിപ്പർ അവനോട് ചോദിച്ചു. നിനക്ക് മനസ്സിലായില്ലേ ഞാൻ ആരാണെന്ന്? ഞാൻ വിചാരിച്ചില്ല നിനക്ക് ഗ്രിംറിപ്പറായി ജോബ് കിട്ടുമെന്ന്. നീ പാസ്റ്റ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ നീ ഇപ്പോൾ കണ്ട ആ റെസ്റ്റോറൻറ്റിലെ ഓണറിൻ്റെ കയ്യിൽ പിടിക്കുക. അവളിലൂടെ നിനക്ക് നിന്റെ പാസ്റ്റും പിന്നെ ഞാൻ ആരാണെന്നും ഓർമ്മ വരുമെന്ന് പറഞ്ഞ് പാർക്ക് അപ്രത്യക്ഷനായി. ഗ്രിംറിപ്പറിനെ കാണാനായി അവൻ്റെ ഫ്രണ്ട് വരുന്നു. ഗ്രിംറിപ്പർ ആണെങ്കിൽ ഗോഡ് പറഞ്ഞ കാര്യങ്ങൾ ആലോചിക്കുകയായിരുന്നു. എന്താ ആലോചിക്കണേന്ന് ആ ഫ്രണ്ട് ചോദിച്ചു. ഒരിക്കലും ആലോചിക്കാൻ പാടില്ലാത്ത കാര്യം ആലോചിക്കുവാണെന്ന് ഗ്രിംറിപ്പർ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അത് ആലോചിക്കേ വേണ്ട. അന്നത്തെ ആ ഗ്രിംറിപ്പറിന്റെ ഒളിച്ചോട്ടം കാരണം എല്ലാവരോടും പാസ്റ്റിനെ പറ്റി ആലോചിക്കേ ചെയ്യരുത്. നിങ്ങളെല്ലാവരും കടുത്ത പാപികളാണെന്ന് മറക്കണ്ടെന്ന് നമ്മുടെ മാനേജ്മെന്റ് പറഞ്ഞു എന്ന് ഫ്രണ്ട് പറഞ്ഞു. അത് തനിക്കുള്ള താക്കീത് ദൈവം തന്നതാണോ എന്ന് ഗ്രിംറിപ്പർ വിചാരിക്കുന്നു. എന്നിട്ട് ആ ഫ്രണ്ടായ ഗ്രിംറിപ്പർ നമ്മുടെ ഗ്രിംറിപ്പറിന് ഒരു സ്യൂട്ട് കേസ് കൊടുക്കുന്നു. ആ മാസത്തിലെ ഡെത്ത് കാർഡ്സ് ആണ് അതിൽ നിറയെ. ഗ്രിംറിപ്പർ വീട്ടിൽ പോയിട്ട് അതിലൊരു ഡെത്ത് കാർഡ് എടുത്ത് നോക്കുകയാണ്. അത് ചെയർമാൻ യുവിൻ്റെയാണ്. പിറ്റേ ദിവസം ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഗ്രിംറിപ്പർ ഗോബ്ലിനോട് ഡെത്ത് കാർഡിന്റെ കാര്യം പറയുന്നു. എന്നിട്ട് ഗോബ്ലിനോട് അവസാനമായി ചെയർമാൻ യുവിനെ കാണാൻ ചെല്ലാൻ പറയുന്നു. ഞാൻ അദ്ദേഹത്തിനോട് പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നും അവസാന നിമിഷത്തിൽ വീണ്ടും അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ലെന്നും ഗോബ്ലിൻ പറഞ്ഞു. അപ്പോഴേക്കും ഇയുൻതാക്ക് അങ്ങോട്ടേക്ക് വരുന്നു. എനിക്ക് വേണ്ടി ഒരു ഹെൽപ്പ് ചെയ്യണം. അദ്ദേഹത്തിനോട് എന്തായാലും പുനർജനിക്കാൻ പറയണം. എന്നിട്ട് ആരുടെയും അടിമയായി കഴിയാതെ ഫ്രീ ആയിട്ട് ജീവിക്കാൻ പറയണം. അദ്ദേഹത്തെ പരിചയപ്പെട്ടതിൽ ഞാൻ ഭാഗ്യവാനാണ്. എന്നോട് ചെയ്ത എല്ലാ കാര്യത്തിനും നന്ദിയും പറയണമെന്ന് ഗോബ്ലിൻ പറഞ്ഞു. ഗ്രിംറിപ്പർ അത് സമ്മതിക്കുന്നു. എന്നിട്ട് ഗോബ്ലിൻ അവൻ്റെ റൂമിലേക്ക് പോയി. ഇയുൻതാക്കിനെ കണ്ടപ്പോൾ ചെയർമാൻ യു മരിക്കാൻ പോകുന്ന കാര്യം ഗ്രിംറിപ്പർ പറഞ്ഞു. എന്നിട്ട് ഗോബ്ലിനെ നന്നായി നോക്കണമെന്ന് പറഞ്ഞിട്ട് ഗ്രിംറിപ്പർ പോകുന്നു. ഇയുൻതാക്ക് ഹോളിൽ ഇരിക്കുകയാണ്. അവൾക്ക് അകത്തെ മുറിയിലിരുന്ന് കരയുന്ന ഗോബ്ലിൻ്റെ സൗണ്ട് കേൾക്കാം. പക്ഷെ അവൾക്ക് എന്താ ചെയ്യേണ്ടത് എന്നറിയില്ല. മഴയാണെങ്കിൽ പെയ്തുകൊണ്ടുമിരിക്കുന്നു. ദോക്വ ഓഫീസാകെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടവൻ അവിടുത്തെ സ്റ്റാഫ്സിനെ ചീത്ത പറയുന്നു. അവനൊന്ന് CEO ആയിക്കോട്ടെ, എല്ലാവരെയും കാണിച്ചു തരാമെന്നാണ് ദോക്വ പറയുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് സെക്രട്ടറി വരുന്നു. എന്നിട്ട് ദോക്വയോട് ഉടനെ കൂടെ വരാൻ പറയുന്നു. എൻ്റെ വർക്കിംഗ് ഹവേഴ്സ് കഴിഞ്ഞിട്ട് എന്ന് ഗ്രാൻഡ് പേയോട് പോയി പറയാൻ ദോക്വ പറഞ്ഞു. നീ ഇപ്പോൾ എൻ്റെ കൂടെ വരണം. നിന്റെ ഡ്രസ്സൊക്കെ ഞാൻ കാറിൽ എടുത്തു വച്ചിട്ടുണ്ടെന്ന് സെക്രട്ടറി പറയുമ്പോൾ എന്തോ പ്രശ്നമുള്ളതായി ദോക്വയ്ക്ക് തോന്നുന്നു. അവൻ്റെ ശബ്ദം ഇടറുകയാണ്. ഗോബ്ലിൻ ആണെങ്കിൽ റൂമിൽ തന്നെയാണ്. അവൻ അവൻ്റെ ജേണലിൽ എന്തൊക്കെയോ എഴുതിയിടുന്നു. അവൻ എഴുതിയിട്ടതിനെ മായ്ക്കുന്ന രീതിയിൽ അവൻ്റെ കണ്ണുനീർ വീണുകൊണ്ടേയിരുന്നു. അവൻ എഴുതിയിരുന്നത്, എല്ലാ ദിവസവും നന്മ മാത്രം ചെയ്യുന്ന നല്ല ഹൃദയമുള്ള ഒരാളെ ഇവിടെ അടക്കിയിട്ടുണ്ട്, ചെയർമാൻ യു എന്നാണ്. എന്നിട്ട് ഈ വാചകം കാനഡയിലുള്ള ശവക്കല്ലറയിൽ കൊത്തിവെക്കുന്നു. ഇയുൻതാക്ക് ഫ്യൂണറലിന് പങ്കെടുത്തതിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. ഗോബ്ലിൻ ഇപ്പോഴും റൂമിൽ തന്നെ. അവൾ ഗോബ്ലിനെ പോയി കെട്ടിപ്പിടിച്ചിട്ട്, അപ്പോൾ ഇതാണല്ലേ അനശ്വരത, നിങ്ങളെ ചെയർമാൻ യു നോക്കുന്നുണ്ടാവും. എന്നിട്ട് എനിക്ക് കിട്ടിയത് എത്ര നല്ല മാസ്റ്ററിനെയാണെന്ന് പറയും. ഗോബ്ലിൻ അത് കേൾക്കുമ്പോഴേക്കും പൊട്ടിക്കരയുന്നു. പക്ഷേ അവർ തന്ന സ്നേഹം മൊത്തമായി ഉപയോഗിച്ച് നമ്മളോട് ജീവിക്കണമെന്ന് അവർ പറഞ്ഞിട്ടായിരിക്കും പോകുന്നത്. എന്നിട്ട് അവൾ ഗോബ്ലിനോട് ഫുഡ് ഉണ്ടാക്കി തരട്ടെ എന്ന് ചോദിച്ചു. വേണ്ട, ഞാൻ ദൊക്വയുടെ കൂടെ പോയി കഴിച്ചോളാമെന്ന് പറഞ്ഞ് ഗോബ്ലിൻ ദൊക്വയെ കാണാൻ പോകുന്നു. ദൊക്വയെ കുറ്റബോധം അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഗ്രാൻഡ് പേയെ ഉപദ്രവിക്കുകയല്ലാതെ വേറൊന്നും അവൻ ചെയ്തിട്ടില്ലല്ലോ. എന്നെ ഒറ്റക്കാക്കിയിട്ട് പോയത് എന്തിനാണെന്ന് ചോദിച്ചാണ് അവൻ കരയുന്നത്. നീ എങ്ങനെ ഒറ്റയ്ക്കാകും, നിനക്ക് ഞാനില്ലെന്ന് ഗോബ്ലിൻ ചോദിച്ചു. എന്നിട്ട് ദൊക്വ ഗോബ്ലിനെ കെട്ടിപ്പിടിച്ച് കരയുന്നു.
ദൊക്വയുടെ മൂഡ് മാറ്റാൻ ഗോബ്ലിൻ അവൻ്റെ ഫേവറേറ്റ് ഡിഷ് ഉണ്ടാക്കി കൊണ്ടുവരുന്നു. ഇയുൻതാക്കാണെങ്കിൽ ഗ്രാൻഡ്പ കൊടുത്തയച്ച ക്യാമറയുമായിട്ട് വരുന്നു. ഗ്രിം റിപ്പർ ആപ്പിളൊക്കെ ഫാൻസി ടൈപ്പിൽ കട്ട് ചെയ്തിട്ട് അവന് കൊടുക്കാനായി വന്നിട്ട് അവനോട് നേരത്തെ ഗ്രാൻഡ്പ മരിക്കുന്നുള്ള കാര്യം പറയാതിരുന്നതിന് സോറി പറയുന്നു. ദൊക്വ ഇവരോടൊക്കെ താങ്ക്സ് പറഞ്ഞിട്ട് ഒന്നും ആക്സെപ്റ്റ് ചെയ്യാണ്ട് അവൻ ചെയ്യേണ്ട ജോലികൾ ചെയ്യാൻ പോയി. അപ്പോൾ ഗോബ്ലിൻ അവൻ്റെ പുറകെ ചെല്ലുന്നു. ഗ്രാൻഡ്പ എല്ലാം അറേഞ്ച് ചെയ്തിട്ടാണ് പോയേക്കുന്നത്. സെക്രട്ടറിയാണ് ഇനി മുതൽ CEO. അല്ലെങ്കിലും CEO ആവാൻ ഞാൻ ക്വാളിഫൈഡ് അല്ല. പക്ഷേ ഞാൻ എല്ലാം പഠിക്കാൻ പോവുകയാണ്. ഞാൻ ബദൂക്ക് എങ്ങനെയാണ് കളിക്കേണ്ടതെന്ന് പഠിക്കാം. നിങ്ങളുടെ ഫ്രണ്ട് ആവാം. കുറച്ച് കഴിഞ്ഞ് നിങ്ങളുടെ അച്ഛനാവാം. പിന്നെ നിങ്ങളുടെ ഗ്രാൻഡ് പേ ആവാം. എൻ്റെ ഗ്രാൻഡ് പേ പോലെയെന്ന് അവൻ ഗോബ്ലിനോട് പറഞ്ഞു. സെക്രട്ടറി ഇപ്പോൾ CEOയുടെ പൊസിഷനിൽ ആണല്ലോ. ഗ്രാൻഡ്പ അവന് വേണ്ടി കുറച്ച് എൻവലപ്സ് വച്ചിട്ടുണ്ട്. ആദ്യത്തേത് ദൊക്വയ്ക്കാണ്. അതിൽ ക്രെഡിറ്റ് കാർഡായിരുന്നു ഉണ്ടായിരുന്നത്. അത് കണ്ട് അവൻ ചിരിച്ചു. രണ്ടാമത്തെ എൻവലപ്പ് സെക്രട്ടറിക്കുള്ളതായിരുന്നു. അതിൽ ഒരു ലെറ്റർ ആയിരുന്നു. കിംഷിൻ എന്ന് പറയുന്ന ഒരാൾ വന്ന് അവൻ്റെ എല്ലാ സ്വത്തുക്കളും തരാൻ പറയും. അപ്പോൾ ഞാൻ ബാക്കി വെച്ച എല്ലാ സ്വത്തുക്കളും അവന് കൊടുക്കുക. അവൻ മഴയത്തായിരിക്കും നടക്കുക. എന്നിട്ട് നീലക്കളർ തീർനാളമായി അവൻ മാഞ്ഞു പോകും എന്നായിരുന്നു ആ ലെറ്ററിൽ ഉണ്ടായിരുന്നത്. യങ് ഗോഡ് മദറും ദൊക്വയും വീണ്ടും ബ്രിഡ്ജിൽ വെച്ച് കണ്ടുമുട്ടുന്നു. അപ്പോൾ അവൾക്ക് മനസ്സിലായി ഇപ്പോൾ ദൊക്വ ഗോഡല്ലെന്ന്. അവനോട് അവൾ സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്കെന്നെ അറിയുമോ എന്ന് ദൊക്വ ചോദിച്ചു. നീ നല്ല കുട്ടിയാണ്. നിന്റെ പെരുമാറ്റം കൊണ്ട് നിനക്ക് ഭാഗ്യം വന്നുകൊണ്ടേയിരിക്കും എന്ന് ഗോഡ് മദർ പറഞ്ഞു. ഞാൻ കുട്ടിയല്ല. എൻ്റെ കൂടെ ഡ്രിങ്ക്സ് കഴിക്കാൻ വരുന്നുണ്ടോയെന്ന് ദൊക്വ ചോദിച്ചു. നല്ല ഭംഗിയുള്ള ആളിൻ്റെ കൂടെ പോയി ഡ്രിങ്ക്സ് കഴിക്കാൻ ഗോഡ് മദർ പറഞ്ഞു. നിങ്ങൾക്ക് നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് ദൊക്വ ചോദിച്ചു. ഒരു മനുഷ്യൻ്റെ കൂടെ പോയി കഴിക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് ദൊക്വയോട് അവൾ പറഞ്ഞിട്ട് ടാറ്റ കൊടുത്തിട്ട് പോകുന്നു. ദൊക്വയ്ക്ക് ആ പറഞ്ഞത് പിടികിട്ടിയില്ല. ഗോബ്ലിൻ ദൊക്വയ്ക്ക് വേണ്ടി കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗ്രിം റിപ്പർ കൂടെ ചെന്നിട്ട് എനിക്കിതുപോലൊരു അങ്കിൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറയുന്നു. അതെ, ഇതുപോലൊരു സൂപ്പർ ഡ്യൂപ്പർ അങ്കിൾ എന്ന് ഗോബ്ലിൻ പറഞ്ഞിട്ട് ഗ്രിം റിപ്പറിനെ നോക്കുന്നു. പെട്ടെന്ന് ഒരു സെക്കൻഡ് നേരത്തേക്ക് ഗ്രിം റിപ്പറിൻ്റെ ഫേസ് കിങ്ങിൻ്റെ ഫേസ് ആകുന്നു. ഗോബ്ലിൻ സൂക്ഷിച്ചു നോക്കുമ്പോൾ എന്ത് പറ്റിയെന്ന് ഗ്രിം റിപ്പർ ചോദിച്ചു. നീ ഗ്രിം റിപ്പറായിട്ട് എത്ര വർഷമായെന്ന് ഗോബ്ലിൻ ചോദിച്ചു. 300-ൽ കൂടുതൽ വർഷമായിട്ടുണ്ടാവുമെന്ന് ഗ്രിം റിപ്പർ പറഞ്ഞു. ഞാനിപ്പോൾ നിന്റെ മുഖത്ത് ഒരാളുടെ ഫേസ് കണ്ടു എന്ന് ഗോബ്ലിൻ പറഞ്ഞു. ആരുടേതാണെന്ന് ഗ്രിം റിപ്പർ ചോദിച്ചു. ഞാൻ ഒരിക്കലും കാണാൻ പാടില്ലാത്ത ആളുടേതാണെന്ന് ഗോബ്ലിൻ പറഞ്ഞു. ദൊക്വ ലിവിംഗ് റൂമിലിരുന്നു കൊണ്ട് കുറേ ബയോഡേറ്റകൾ കാണാണ്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗോബ്ലിൻ ആണെങ്കിൽ അവനെ നോക്കി ചിരിച്ചുകൊണ്ട് അവൻ്റെ ചുറ്റും നടക്കുന്നു. നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യില്ലെങ്കിൽ റൂമിൽ പോയിരിക്കാൻ ദൊക്വ ഗോബ്ലിനോട് പറയുന്നു. ഗോബ്ലിൻ ചിരിച്ചിട്ട് ഒരു ബയോഡേറ്റ കണ്ട് സീരിയസ് ആകുന്നു. എന്നിട്ട് അവൻ അതെടുക്കുന്നു. അത് കിം വൂഷിക് എന്നൊരാളുടേതാണ്. ഇയുൻതാക് അവളുടെ കോളേജിലെ ഫസ്റ്റ് ഡേക്ക് പോകാൻ വേണ്ടി അടിപൊളിയായി ഒരുങ്ങി വരുന്നു. ഗോബ്ലിൻ അവളെ അടിമുടി നോക്കുകയാണ്. അവളുടെ ബാഗിൽ നിറയെ ലൈറ്റേഴ്സ് ഉണ്ടെന്ന് അവൾ പറയുന്നു. നിനക്ക് എന്തോ ഒരു കുറവുണ്ടല്ലോ എന്ന് ഗോബ്ലിൻ പറയുന്നു. ഇയുൻതാക് ഉടനെ കിസ് കൊടുക്കാനായി നിൽക്കുന്നു. ഗോബ്ലിൻ ചിരിച്ചിട്ട് അവൻ്റെ കഴുത്തിൽ ആ കാനഡയിൽ നിന്ന് വാങ്ങിയ നെക്ലേസ് ഇട്ട് കൊടുക്കുന്നു. ഇത് കാനഡയിൽ നിന്ന് വാങ്ങിയതാണല്ലേ, ഇതിൻ്റെ മീനിങ് എന്താ എന്നവൾ ചോദിച്ചു. സ്വർഗത്തിൽ വിധിച്ച പെയർ എന്ന് ഗോബ്ലിൻ പറഞ്ഞു. എന്നിട്ടവൾ ബ്ലൈൻഡ് ഡേറ്റിന് പോകാൻ പാടില്ല, റൊമാൻസ് പാടില്ല, തേഹിയെ പാടില്ല, പിന്നെ ഒരൊറ്റ ആണുങ്ങളും ആ നെക്ലേസിൻ്റെ 30 സെൻറ്റിമീറ്റർ റേഡിയൻസിലോട്ട് വരാനും പാടില്ല എന്നൊക്കെ അവളോട് പറയുന്നു. ഇതിനൊക്കെയായിരുന്നു ഞാൻ കോളേജിൽ പോകാൻ തന്നെ ശ്രമിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ഇയുൻതാക് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. കോളേജിൽ എത്തിയെന്നും പറഞ്ഞ് അവളൊരു വീഡിയോ റെക്കോർഡ് ചെയ്ത് ഗോബ്ലിന് അയച്ചു കൊടുക്കുന്നു. ഗോബ്ലിൻ അപ്പോൾ അവൻ്റെ കമ്പനിയിലെ ഇൻ്റർവ്യൂ നടത്തുന്നത് കാണാൻ വന്നേക്കുകയാണ്. ആ വീഡിയോ കണ്ടിട്ട് അവൻ നോക്കിയത് ആ നെക്ലസ് അവൾ ഇട്ടിട്ടുണ്ടോയെന്നും അവളുടെ ചുറ്റും ബോയ്സ് ഉണ്ടോ എന്നുമാണ്. എന്നിട്ടവൻ ചിരിച്ചുകൊണ്ട് പോകുന്നു. ഗോബ്ലിൻ നേരെ ചെന്നിട്ട് കിം വൂഷിക് എന്ന് പറയുന്ന ആളുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്നു. എന്നിട്ട് അവനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗോബ്ലിൻ്റെ കണ്ണൊക്കെ നിറയുന്നു. നിന്റെ കൂടെ അന്ന് എനിക്ക് വരാൻ പറ്റിയില്ല. നീ ശരിക്കും ഒറ്റപ്പെട്ട് പോയിട്ടുണ്ടാവും അല്ലേ എന്ന് ഗോബ്ലിൻ അയാളോട് ചോദിച്ചു. പക്ഷേ അയാൾക്കൊന്നും മനസ്സിലായില്ല. അയാളായിരുന്നു പാസ്റ്റ് ലൈഫിൽ മരണത്തിൽ ഗോബ്ലിൻ്റെ തൊട്ടു പുറകെ വന്നേക്കാമെന്ന് പറഞ്ഞ് ഗോബ്ലിൻ്റെ ചെസ്റ്റിൽ വാൾ കുത്തിയ ഗോബ്ലിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ കമാൻഡർ. ഉടനെ അയാളെ അകത്തേക്ക് ഇൻ്റർവ്യൂവിന് വിളിക്കുന്നു. പിന്നെ കാണിക്കുന്നത് കിം വൂഷിക് അയാളുടെ ഭാര്യയും കൊച്ചുമായി റൂഫ് ടോപ്പിലെ വീട്ടിൽ താമസിക്കുമ്പോൾ അയാൾക്കൊരു കോൾ വരുന്നതാണ്. ഇൻ്റർവ്യൂവിന് സെലക്റ്റഡായി എന്ന് പറഞ്ഞ് അയാൾക്കും ഫാമിലിക്കും അത് വലിയ ആശ്വാസമായി. പിന്നെ നമ്മുടെ സെക്രട്ടറി, ഇപ്പോഴത്തെ CEO, അയാൾക്കൊരു വില്ല കാണിച്ചു കൊടുത്തിട്ട് അയാളുടേതാണ് അതെന്ന് പറയുന്നു. പിന്നെ അയാൾക്ക് കാറും കൊടുക്കുന്നു. അതിനുശേഷം മെയ് മാസത്തിൽ ഒരു ആൺകുട്ടി അയാൾക്ക് ജനിക്കും. അവനിടാനുള്ള പേരും അവന് വേണ്ടിയിട്ടുള്ള സ്വത്തുക്കളും എന്ന് പറഞ്ഞ് ഒരു എൻവലപ്പ് കൊടുക്കുന്നു. ഇത്രയും കിട്ടാൻ ഞാൻ എന്താണ് ചെയ്തതെന്ന് അയാൾ ചോദിച്ചു. ചിലപ്പോൾ നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ രാജ്യത്തെ രക്ഷിച്ചിട്ടുണ്ടാകുമെന്ന് സെക്രട്ടറി പറഞ്ഞു. ഈ വാക്ക് കൊറിയൻസിൻ്റെ ഒരു പഴമൊഴിയാണ്.
നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഭാഗ്യം വരുമ്പോൾ അവരിങ്ങനെ പറയും. കിം വൂഷിക് സന്തോഷിക്കുന്നത് നോക്കി ഗോബ്ലിൻ ദൂരെ നിൽക്കുകയായിരുന്നു. ഈ സീൻ കഴിഞ്ഞപ്പോൾ ഞാനും ഗോബ്ലിനെ പോലെ ഇരുന്ന് കരയുകയായിരുന്നു. ഇയൻ താക്കിനെ ഇത്ര വൈകിട്ടും കാണാത്തോണ്ട് ഫോണിൽ വിളിക്കുകയാണ് ഗോബ്ലിൻ. 5 മണി പോലും ആയില്ലല്ലോ എന്ന് ഇയൻ താക്ക് പറയുന്നു. എന്നിട്ട് അവൾ ഓടി ഒരു ഫോട്ടോ ബൂത്തിലേക്ക് പോകുന്നു. അവിടെ വെച്ച് ഒരു തീപ്പെട്ടി കൊള്ളി ഊതിക്കെടുത്തി അവൾ ഗോബ്ലിനെ വിളിച്ചു വരുത്തുന്നു. അതൊരു ഇടുങ്ങിയ റൂമായിരുന്നു. ഗോബ്ലിനൊന്നും നിവർന്നു നിൽക്കാൻ പോലും പറ്റണില്ല. എന്നിട്ട് അവർ ഒരുമിച്ച് ഫോട്ടോ എടുക്കുന്നു. ഇയുന്ത ഗോബ്ലിന് 5001 കൊടുത്തിട്ട് ഇത് കൊണ്ടുപോയി സണ്ണിക്ക് കൊടുക്ക്, അന്ന് സ്വീറ്റ് പൊട്ടറ്റോ വാങ്ങിത്തന്നതിന് പകരമായിട്ട്. നിങ്ങൾക്കൊരു എക്സ്ക്യൂസ് വേണ്ടേ സണ്ണിയെ കാണാൻ എന്ന് ഇയുന്താക്ക് ചോദിച്ചു. സത്യം പറഞ്ഞാൽ എനിക്ക് അവളുടെ അടുത്ത് പോകാൻ തന്നെ പേടിയാണെന്ന് ഗോബ്ലിൻ പറഞ്ഞു. പാവം ഗോബ്ലിൻ. സ്കൂളിലെ വിശേഷങ്ങൾ ഗോബ്ലിൻ ചോദിച്ചപ്പോൾ ഇയൻ താക്ക് തേഹീനെ പറ്റി പറയാൻ തുടങ്ങി. അവളുടെ ഒരു ഒടുക്കത്തെ തേഹീം എന്ന് പറഞ്ഞുകൊണ്ട് ഗോബ്ലിൻ ചീത്ത പറയാൻ തുടങ്ങുമ്പോൾ തേഹി ഫുട്ബോൾ മാച്ച് കളിക്കാനായി സ്റ്റേറ്റ്സിലോട്ട് പോയ കാര്യം പറയാൻ വരികയായിരുന്നെന്ന് ഇയൻ താക്ക് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഗോബ്ലിന് സമാധാനമായി. എന്നിട്ട് അവൾക്ക് പാർട്ട് ടൈം ജോബിന് ടൈം ആയെന്നും പറഞ്ഞുകൊണ്ട് ഗോബ്ലിനൊരു കിസ് കൊടുത്തിട്ട് അവൾ പോകുന്നു. ഇങ്ങനെയാണെങ്കിൽ ഇവിടെ എല്ലാ ദിവസവും വരേണ്ടി വരുമെന്ന് ഗോബ്ലിൻ പറഞ്ഞു. ഇയൻ താക്ക് ചിക്കൻ ഷോപ്പിന് പുറത്തു നിൽക്കുമ്പോൾ ആ കൊച്ചുകുട്ടിയെ വീണ്ടും കാണുന്നു. അവനെ സ്നേഹത്തോടെ അവൾ തലോടിക്കൊണ്ടിരിക്കുമ്പോൾ അവൾ തൊട്ടുപുറകിൽ നിൽക്കുന്ന പാർക്കിനെ കാണുന്നു. പെട്ടെന്ന് അവൾ ആ കുട്ടിയെ പറഞ്ഞു വിടുന്നു. പാർക്ക് അവനെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് അവളുടെ അടുത്തേക്ക് ചെല്ലുന്നു. ഇയൻ താക്കിൻ്റെ ഫേസ് എക്സ്പ്രഷനിൽ നിന്നും ഗോബ്ലിനിൽ നിന്നും അവൾ സ്റ്റോറി കേട്ടിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി. എനിക്കൊന്നും അറിയില്ലെന്ന് പറഞ്ഞ് ഇയൻ താക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ ഗോബ്ലിനാണ് എന്നെ കൊല്ലാൻ പറ്റുള്ളൂ, അവൻ്റെ പണിഷ്മെൻറ്റിൽ എൻ്റെ ജീവൻ്റെ കണക്കുമുണ്ടെന്ന് അവൻ പറഞ്ഞു. നിങ്ങൾക്കെന്താ വേണ്ടതെന്ന് അവൾ ചോദിച്ചു. ഞാനൊരു കഥ പറയാൻ വന്നതാ. ആ കിങ് ആണ് ഞങ്ങളുടെയെല്ലാം വിധിയുടെ കെട്ടഴിക്കേണ്ടത്. അവനിപ്പോൾ എവിടെയാണ് താമസിക്കുന്നതെന്ന് നിനക്കറിയോ? അവൻ താമസിക്കുന്നത് ഗോബ്ലിൻ്റെ കൂടെയാണ്. ആ പേരിടാത്ത ഗ്രിം റിപ്പറില്ലേ, അവനാണ് കിങ്. ഗോബ്ലിനും അവനും പരസ്പരം തിരിച്ചറിഞ്ഞാൽ എന്താ നടക്കുമെന്ന് ഊഹിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ഇയൻ താക്കിനോട് അവൻ ചോദിച്ചു. ഇപ്പോൾ എന്നെ ഗോബ്ലിൻ കൊല്ലണോ വേണ്ടയോ എന്നുള്ള ഡിസിഷൻ നിന്റെ കയ്യിലാണെന്ന് അവൻ പറഞ്ഞു. ഗ്രിം റിപ്പറിൻ്റെ പേരും പറഞ്ഞ് ഇയൻ താക്കിനെ അവൻ ഭീഷണിപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് തെറ്റിപ്പോയി, ഞങ്ങളുടെ ഗ്രിം റിപ്പറിന് ഒരു നെയിമുണ്ട്, കിം വൂബിൻ എന്ന് പറഞ്ഞിട്ട് ഇയൻ താക്ക് അകത്തേക്ക് കയറിപ്പോയി. അവൾ പോയി കഴിയുമ്പോൾ നീ എന്നോട് എനിക്കെന്താ വേണ്ടതെന്നല്ലേ ചോദിച്ചത്, എനിക്ക് അവരുടെ നാശമാണ് കാണേണ്ടതെന്നും പറഞ്ഞ് പാർക്ക് ചിരിക്കുന്നു. ഇയൻ താക്ക് ശരിക്കും പേടിച്ചു പോയി ആ സത്യം കേട്ടിട്ട്. ഗോബ്ലിനും ഗ്രിം റിപ്പറും എന്ത് ഹാപ്പി ആയിട്ടാണ് ഇത്രയും കാലം കഴിഞ്ഞത്. ഇനി എന്ത് സംഭവിക്കും എന്നോർത്ത് അവൾ സങ്കടപ്പെടുന്നു. അപ്പോൾ ഗ്രിം റിപ്പർ അവളെ പുറത്തേക്ക് വരാൻ പറഞ്ഞു വിളിക്കുന്നു. എനിക്ക് ഈ കാര്യങ്ങൾ വേറെ ആരോടും പറയാനില്ലാത്തതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിക്കുന്നത്. പാസ്റ്റ് ലൈഫിൽ ഏതെങ്കിലും ഒരു വലിയ തെറ്റ് ചെയ്തവരാണ് ഗ്രിം റിപ്പർ ആകുക. എനിക്ക് തോന്നുന്നു എനിക്ക് കിംഷിൻ്റെ ലൈഫായിട്ടും കിംസണിൻ്റെ ലൈഫായിട്ടും എന്തോ ഒരു കണക്ഷൻ ഉണ്ടെന്ന്. അങ്ങനെ നോക്കുമ്പോൾ 3 പേരാണ് ആ ലൈഫിൽ കടുത്ത പാപം ചെയ്തത്. ഒന്നാമത്തത് കിംഷിൻ, ആയിരക്കണക്കിന് ആൾക്കാരെ കൊന്നതിന്. രണ്ടാമത്തത് കിങ്, കിംഷിനെ കൊല്ലാൻ ഉത്തരവിട്ടതിന്. മൂന്നാമത്തത് പാർക്ക്, കിങ്ങിനെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ചതിന്. ഇതിൽ കിംഷിൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ഈ 2 പേരിൽ ആരെങ്കിലും ആയിരിക്കും. ഇതിൽ ആരായിരുന്നാലും ഞാനപ്പോൾ ഗോബ്ലിൻ്റെ ശത്രുവായിരിക്കും. പിന്നെ എനിക്കൊരിക്കലും സണ്ണിയുമായി ഒന്നിക്കാനും പറ്റില്ല എന്ന് ഗ്രിം റിപ്പർ പറഞ്ഞു. സത്യം തുറന്നു പറയാനാകാതെ ഇയൻ താക്ക് സങ്കടത്തോടെ ഗ്രിം റിപ്പർ പറയുന്നത് കേട്ടോണ്ട് നിന്നു. സണ്ണി ചിക്കൻ ഷോപ്പ് അടച്ചു പോകാൻ നേരം അവളുടെ തൊട്ടുപുറകെ വന്ന പ്രെറ്റി ലേഡി ഗ്രിം റിപ്പർ നിൽക്കുന്നു. പെട്ടെന്ന് സണ്ണി ഞെട്ടിപ്പോയി. അവൾ സണ്ണിയോട് സോറി പറഞ്ഞിട്ട് ഷോപ്പ് അടച്ചല്ലോ, അതുകൊണ്ട് നാളെ കാണാം എന്ന് പറഞ്ഞ് സണ്ണിക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നു. സണ്ണി ആദ്യമൊന്നും മടിച്ചെങ്കിലും പിന്നെ ഷെയ്ക്ക് ഹാൻഡ് തിരിച്ചു കൊടുക്കുന്നു. അപ്പോൾ അവൾക്ക് അവളുടെ പാസ്റ്റ് ലൈഫ് ഓർമ്മ വരുന്നു. അവൾ പാസ്റ്റിൽ കിംസണിൻ്റെ സഖിയായിരുന്നു. അവൾ പക്ഷേ കിങ്ങിന് എപ്പോഴും വിഷം കലർത്തിയ മെഡിസിൻ കൊടുക്കുമായിരുന്നു. അവളും പാർക്കും സെയിം സൈഡിലായിരുന്നു. പാർക്ക് കിങ്ങിനെ വശത്താക്കുന്നത് അവൾ കേട്ടോണ്ട് നിൽക്കുമായിരുന്നു. പാസ്റ്റ് അറിഞ്ഞ ഗ്രിം റിപ്പർ അവിടെ നിന്ന് പോകുന്നു. സണ്ണി വീട്ടിലിരിക്കുമ്പോൾ ഗ്രിം റിപ്പറിൻ്റെ കോൾ വരുന്നു. അവൾ സന്തോഷത്തോടെ കോൾ എടുക്കുന്നു. നമുക്കുടനെ കാണണം, ഞാൻ നിൻ്റെ വീടിൻ്റെ പുറത്ത് നിൽപ്പുണ്ട് എന്ന് ഗ്രിം റിപ്പർ പറഞ്ഞു. സണ്ണി ഉടനെ മേക്കപ്പൊക്കെ ഇട്ടുകൊണ്ട് ഗ്രിം റിപ്പറിനെ കാണാൻ ചെല്ലുന്നു. ഗ്രിം റിപ്പർ പക്ഷേ ആകെ ഡെസ്പാണ്. ഗ്രിം റിപ്പർ റിങ് തരിച്ചു തരാൻ വന്നതാണെന്ന് സണ്ണിയുടെ വിചാരം. ഞാൻ നിന്നോട് ഗുഡ് ബൈ പറയാൻ വന്നതാണ്. ഞാൻ നിന്നോട് പറഞ്ഞ കള്ളങ്ങൾക്കെല്ലാം മാപ്പ്. എനിക്കറിയില്ല ഞാൻ ആരാണെന്ന് എന്ന് ഗ്രിം റിപ്പർ പറയുന്നു. ഗുഡ് ബൈ പറയുമ്പോൾ സംസാരം നിർത്താൻ സണ്ണി പറയുന്നു. ഗ്രിം റിപ്പറിൻ്റെ കിസ് ഒരാളെ അയാളുടെ പാസ്റ്റ് ഓർമ്മിപ്പിക്കും. ഞാൻ നിൻ്റെ പാസ്റ്റിൽ ആരായിരിക്കും എന്നോർത്ത് എനിക്ക് പേടിയുണ്ട്. പക്ഷേ ഒരു പ്രോമിസ് ഞാൻ തരാം, നിനക്ക് ഹാപ്പി മെമ്മറീസ് മാത്രമേ ഉണ്ടാകൂ. പിന്നെ നിൻ്റെ ബ്രദറിനെ പറ്റിയുള്ള മെമ്മറിയും നിനക്ക് കിട്ടുമല്ലോ എന്ന് പറഞ്ഞ് ഗ്രിം റിപ്പർ സണ്ണിയെ കിസ് ചെയ്യുന്നു. കിങ്ങിനെ ആദ്യമായി കണ്ടത് സണ്ണി ഓർക്കുന്നു. പിന്നെ ഒരു ദിവസം കിങ് ദേഷ്യപ്പെട്ട് കിംസണിൻ്റെ റൂമിൽ കയറി വന്നിട്ട് ഹസ്ബൻഡിനെ വേണോ അവളുടെ ബ്രദറിനെ വേണോ എന്ന് അവളോട് ചൂസ് ചെയ്യാൻ പറയുന്നു. എന്നിട്ട് കിങ് അവളുടെ ജ്വല്ലറി ബോക്സ് താഴെയിട്ട് പൊട്ടിച്ച് അതിൽ നിന്നൊരു റിങ് എടുക്കുന്നു. ഞാൻ വാങ്ങിത്തന്ന ഒരു സാധനവും നീ ഉപയോഗിക്കൂലല്ലോ എന്ന് പറഞ്ഞ് അവൻ നിർബന്ധിച്ച് അവളുടെ വിരലിൽ ആ റിങ് ഇടിയിപ്പിക്കുന്നു.
ഇന്ന് തന്നെ നിന്റെ ബ്രദറിനെ ഞാൻ കൊല്ലും. ഒരു രാജ്ഞിയെ പോലെ ഇനിയെങ്കിലും ബിഹേവ് ചെയ്യാൻ കിങ് കിംസണിനോട് പറയുന്നു. പെട്ടെന്ന് ക്യാരക്ടർ ചേഞ്ച് ആകുന്നു. കിംസണിൻ്റെ സ്ഥാനത്ത് സണ്ണിയും കിങ്ങിൻ്റെ സ്ഥാനത്ത് ഗ്രിം റിപ്പറും. എന്നിട്ട് ഗ്രിം റിപ്പർ ചോദിച്ചു, ഒരിക്കലെങ്കിലും നീ എന്നെ സ്നേഹിച്ചിട്ടുണ്ടോ? സണ്ണി കരഞ്ഞുകൊണ്ട് ഗ്രിം റിപ്പറിൻ്റെ കവിളിൽ തല്ലുന്നു. നിനക്ക് ജീവിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ നീ ഒരിക്കലും നിന്റെ ബ്രദറിൻ്റെ പ്ലേസിൽ നിൽക്കരുത്. നീ എൻ്റെ ഭാര്യയാണോ അതോ ആ ചതിയൻ്റെ സിസ്റ്ററാണോ എന്ന് ഇപ്പോൾ തീരുമാനിക്കണമെന്ന് ഗ്രിം റിപ്പർ പറഞ്ഞു. അവൾ കരഞ്ഞുകൊണ്ട്, നിങ്ങൾ സ്നേഹിക്കുന്ന സ്ത്രീ ആ ചതിയൻ്റെ പെങ്ങളായിപ്പോയി എന്ന് പറയുന്നു. നെക്സ്റ്റ് സീനിൽ കിംസൺ അമ്പേറ്റ് മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത്. ഗ്രിം റിപ്പർ കിസ് ചെയ്ത് കഴിയുമ്പോൾ സണ്ണി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൾ എന്താ കണ്ടതെന്ന് അവൾക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. നീ കണ്ടത് നിന്റെ പാസ്റ്റ് ലൈഫാണ്. അതിൽ ഗോബ്ലിനുണ്ടോ? അതിൽ ഞാനുണ്ടോ? രണ്ടിനും സണ്ണി യെസ് എന്നുള്ള രീതിയിൽ തലകുലുക്കി. എൻ്റെ കണ്ണുകളിലേക്ക് നോക്ക്. നിനക്ക് ഞാൻ ഹാപ്പിനെസ് മാത്രം വിഷ് ചെയ്യുന്നു. നിന്റെ പാസ്റ്റിലെയും പ്രസൻറ്റിലെയും സാഡ് മെമ്മറീസ് ഞാൻ ഇറേസ് ചെയ്യാൻ പോകുകയാണ്. പിന്നെ എന്നെയും മറക്കുക എന്ന് കരഞ്ഞു പറഞ്ഞുകൊണ്ട് ഗ്രിം റിപ്പർ അവളുടെ കവിളിൽ പിടിക്കുന്നു. എന്നിട്ട് ഗ്രിം റിപ്പർ പോകുന്നു. സണ്ണി അവളുടെ ചെസ്റ്റിൽ പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിറ്റേ ദിവസം സണ്ണി ചിക്കൻ ഷോപ്പിലേക്ക് പോകുമ്പോൾ ഷോപ്പിൽ നോക്കി നിൽക്കുന്ന ഗോബ്ലിനെ കാണുന്നു. ഇത്തവണ എന്ത് സാധനം കൊണ്ടാ എന്നെ കാണാൻ വന്നേക്കുന്നതെന്ന് സണ്ണി ചോദിച്ചു. ഗോബ്ലിൻ അവൻ്റെ പോക്കറ്റിൽ നിന്നും 5001 എടുത്തിട്ട് സ്വീറ്റ് പൊട്ടറ്റോയുടേതാണെന്ന് പറയുന്നു. അത് വെച്ചോ, എനിക്ക് വേണ്ടെന്ന് സണ്ണി പറഞ്ഞു. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ശരിക്കും എന്നെ കാണാൻ ഭംഗിയില്ലെന്ന് ആ കിങ് പറഞ്ഞോ എന്ന് സണ്ണി ചോദിച്ചു. ഗോബ്ലിൻ ഞെട്ടി നിൽക്കുകയാണ്. നിങ്ങൾ ബോർഡറിലാണെങ്കിലും ഇടയ്ക്കൊക്കെ എനിക്ക് കത്തെഴുതിക്കൂടെ എന്ന് വീണ്ടും സണ്ണി ചോദിച്ചപ്പോൾ ഗോബ്ലിൻ ഉറപ്പിച്ചു സണ്ണിക്ക് പാസ്റ്റിലെ എല്ലാ കാര്യങ്ങളും ഓർമ്മ വന്നെന്ന്. സോറി, ഞാൻ എൻ്റെ ബ്രദറിനെ തിരിച്ചറിയാനായി ഇത്രയും ടൈം എടുത്തതിന് എന്ന് പറഞ്ഞിട്ട് സണ്ണി ഗോബ്ലിനെ കെട്ടിപ്പിടിക്കുന്നു. ഗോബ്ലിനും സണ്ണിയെ കെട്ടിപ്പിടിക്കുന്നു. നിങ്ങളോട് പ്രോമിസ് ചെയ്ത പോലെ എനിക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് സണ്ണി സങ്കടപ്പെടുന്നു. ഗോബ്ലിനാണെങ്കിൽ അനിയത്തിയെ തിരിച്ചു കിട്ടിയതിൽ വളരെ ഹാപ്പിയാണ്. ഗ്രിം റിപ്പർ ഇയുൻതാക്കിൻ്റെ ഡെത്ത് കാർഡ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദൊക്വ റൂമിലോട്ട് കയറി വന്നിട്ട് നമുക്ക് ബദ്ദോ കളിക്കാമെന്ന് പറയുന്നു. ഗ്രിം റിപ്പർ ദൊക്വയെ ബദ്ദോ കളിക്കാൻ പഠിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ ഗ്രിം റിപ്പറിന് നെഞ്ചുവേദന വരുന്നു. ദൊക്വ ഈ കാര്യം ചോദിച്ചപ്പോൾ അന്ന് സണ്ണിയോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്റ്റാർട്ട് ചെയ്തതാണ്. പിന്നീട് അങ്ങോട്ട് മിക്ക ദിവസവും നെഞ്ചുവേദനയുണ്ടെന്ന് ഗ്രിം റിപ്പർ പറഞ്ഞു. അന്നത്തെ ദിവസം ഞാനും ഗോബ്ലിൻ അങ്കിളും ഒരു ബുദ്ധ ടെമ്പിളിൽ ആയിരുന്നു. ഗോബ്ലിൻ അങ്കിൾ എല്ലാ ഇയറും അവിടെ പോകാറുണ്ട്. 2 പേർക്ക് വേണ്ടിയിട്ടാണ് അങ്കിൾ പോകുന്നത്. ഒരു കിംസണിനും പിന്നെ ഒരു പുള്ളിയുടെ നെയിം കിട്ടുന്നില്ലല്ലോ എന്ന് ദൊക്വ പറഞ്ഞു. ഇക്കാര്യം കേട്ടിട്ട് ഗ്രിം റിപ്പർ എന്തോ ആലോചിക്കുകയാണ്. ഇയുൻതാക്ക് കോളേജിലേക്ക് പോകുമ്പോൾ അവളുടെ ഫ്രണ്ടായ ഗോസ്റ്റ് അവളെ വിളിക്കുന്നു. പക്ഷേ ഇയുൻതാക്ക് അത് മൈൻഡ് ചെയ്യാതെ പോകുന്നു. വീണ്ടും ഇയുൻതാക്കിനെ കൊണ്ട് എങ്ങനെയെങ്കിലും മൈൻഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഗോസ്റ്റിന് മനസ്സിലാകുന്നു ഇയുൻതാക്കിൻ്റെ ഗോസ്റ്റിനെ കാണാനുള്ള പവർ പോയെന്ന്. ഇയുൻതാക്കിനെ വൈകിട്ട് കോളേജിൽ നിന്നും പിക്ക് ചെയ്യാനായി ഗോബ്ലിൻ വരുന്നു. അവരെങ്ങനെ കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇയുൻതാക്ക് വേറെന്തൊക്കെയോ കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുകയാണ്. ഗോബ്ലിൻ പക്ഷേ ഇന്ന് ഭയങ്കര ഹാപ്പിയാണ്. അവൻ അവളോട് സണ്ണിക്ക് അവനെ ഓർമ്മയുള്ള കാര്യം പറയുന്നു. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ഇയുൻതാക്ക് ചോദിച്ചു. അത് ശരിയാണല്ലോ, ഞാനും അവളോടത് ചോദിച്ചില്ല എന്ന് ഗോബ്ലിൻ പറഞ്ഞു. ഞാനൊരു കാര്യം പറയാം, പക്ഷെ എന്നോട് ദേഷ്യപ്പെടാതിരിക്കുമോ എന്ന് ഇയുൻതാക്ക് ചോദിച്ചു. ഗോബ്ലിൻ കാറൊന്ന് ഒതുക്കിയിട്ട് അവളോട് കാര്യം ചോദിച്ചു. ഈ അടുത്തായിട്ട് ഞാനൊരു ഗോസ്റ്റിനെ കണ്ടു. അവൻ്റെ പേര് പാർക്ക് എന്നാണ്. ഞാനന്ന് ഗോബ്ലിനും ഗ്രിം റിപ്പറും സംസാരിക്കുന്നത് കേട്ടിരുന്നു. അതുകൊണ്ട് പാർക്കിൻ്റെ കാര്യത്തിൽ ചെറിയ പേടിയുണ്ട്. ഇപ്പോൾ സണ്ണിക്ക് അതെല്ലാം ഓർമ്മ വന്നത് പാർക്ക് കാരണമായിരിക്കുമോ എന്ന് ഇയുൻതാക്ക് ചോദിച്ചു. നീ അതോർത്ത് ടെൻഷൻ ആവണ്ട, ഞാൻ നോക്കിക്കോളാം. നീ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയേ ചെയ്യരുതെന്ന് ഗോബ്ലിൻ പറഞ്ഞു. എന്നിട്ട് ഗോബ്ലിൻ ബിൽഡിങ്സിന്റെ മുകളിൽ നിന്നുകൊണ്ട് പാർക്കിനെ അന്വേഷിക്കുകയാണ്. അങ്ങനെ അവൻ പാർക്കിനെ കണ്ടെത്തി. പാർക്കാണെങ്കിൽ മദ്യപാനിയായ ഒരാളുടെ ബോഡിയിൽ കയറിക്കൂടാനുള്ള ശ്രമത്തിലായിരുന്നു. ഗോബ്ലിൻ പക്ഷേ പാർക്കിന്റെ കഴുത്തിൽ പിടിച്ചിട്ട് മതിലിന് നേരെ ചാരി നിർത്തി. അവന്റെ ഒരു കയ്യിൽ വാളുമുണ്ടായിരുന്നു. നീ എന്നെ 900 വർഷങ്ങളായി അവോയ്ഡ് ചെയ്തു നടക്കുമായിരുന്നില്ലേ? ഇപ്പോഴെന്തിനാ എൻ്റെ മുന്നിൽ നീ പ്രത്യക്ഷപ്പെട്ടത് എന്ന് ഗോബ്ലിൻ ചോദിച്ചു. നീ ഇപ്പോഴും നിന്റെ ശത്രുവിനെ കണ്ടെത്തിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് പാർക്ക് ഗോബ്ലിനെ കളിയാക്കുന്നു. നിന്റെ നാക്കിൽ നിന്ന് വരുന്ന വാക്കുകൾക്ക് ഒരു മാറ്റവും വന്നിട്ടില്ലല്ലോ. ആദ്യം നിന്റെ നാക്കാണ് ഞാൻ അർത്ഥം മാറ്റാൻ പോകുന്നതെന്ന് പറഞ്ഞ് ഗോബ്ലിൻ വാൾ വീശി. പക്ഷേ പാർക്കിനൊന്നും സംഭവിച്ചില്ല. അവൻ പെട്ടെന്ന് ഗോബ്ലിൻ്റെ അടുത്ത് നിന്ന് ഡിസപ്പിയർ ആകുന്നു. എന്നിട്ട് വീണ്ടും പ്രത്യക്ഷപ്പെട്ടിട്ട് നിനക്ക് കുറച്ച് പവർ ഉണ്ടെന്ന് വിചാരിച്ച് എന്നെ കൊല്ലാനൊന്നും പറ്റില്ലെന്ന് പറഞ്ഞ് അവൻ ഗോബ്ലിനെ കളിയാക്കുന്നു. പക്ഷെ നിന്നെ ഞാൻ ഏത് വിധേനയും കൊല്ലും എന്ന് പറഞ്ഞുകൊണ്ട് ഗോബ്ലിൻ അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. അപ്പോൾ പാർക്ക് ആ മദ്യപാനിയുടെ ദേഹത്ത് കയറുന്നു. അവൻ കിങ്ങിനെ പറ്റി പറയാൻ തുടങ്ങുമ്പോൾ ഗോബ്ലിൻ കിങ്ങിനെ പറ്റി മിണ്ടരുതെന്ന് പറയുന്നു. നിന്റെ കൂടെ കഴിയുന്ന ആ ഗ്രിം റിപ്പർ ആരാണെന്നാണ് നീ വിചാരിക്കുന്നത്? നിന്റെ നെഞ്ചിൽ വാൾ കുത്തിയിറക്കിയ കിങ് ആണവൻ എന്ന് പാർക്ക് പറഞ്ഞു. ഈ ജന്മത്തിലും നിന്റെ പൊട്ടിയായ സിസ്റ്റർ വീണ്ടും അവനുമായി പ്രണയത്തിലായി. അതുകൊണ്ട് ഇത്തവണയും നിനക്ക് പ്രതികാരം ചെയ്യാൻ പറ്റില്ലല്ലേ എന്ന് പറഞ്ഞ് പാർക്ക് ചിരിക്കുന്നു.
ഗോബ്ലിൻ പെട്ടെന്ന് ഗ്രിംറിപ്പറിനെ പറ്റി ആലോചിക്കുന്നു. അന്ന് അവൻ കിംസണിനെ കണ്ടപ്പോൾ കരഞ്ഞ കാര്യവും പിന്നെ കിംസണിന്റെ റിങ്ങിന്റെ കാര്യവും അവൻ ഓർത്തു. ദേഷ്യത്തിൽ ഗോബ്ലിൻ ഗ്രിംറിപ്പറിന്റെ ടീ ഷോപ്പിലും ബെഡ്റൂമിലും അവനെ തിരയുന്നു. പക്ഷേ അവിടെ ഒന്നും ഗ്രിംറിപ്പറിനെ കാണാനുണ്ടായിരുന്നില്ല. ഗ്രിംറിപ്പർ ഇപ്പോൾ ടെമ്പിളിലാണ്. അവൻ ഗോബ്ലിൻ എഴുതിവെച്ച ലെറ്റർ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഗോബ്ലിൻ നേരെ സണ്ണിയുടെ ചിക്കൻ ഷോപ്പിലേക്ക് പോയിട്ട് അവളോട് ഗ്രിംറിപ്പറിനെ പാസ്റ്റിൽ കണ്ടിരുന്നോ, അവനാണോ കിങ് എന്ന് ചോദിച്ചു. സണ്ണി ആൻസർ പറയാതെ ഒഴിഞ്ഞു മാറുകയാണ്. അപ്പോൾ ഗോബ്ലിൻ അവളെ പിടിച്ചു നിർത്തിയിട്ട് ഈ ജന്മത്തിലും കഴിഞ്ഞ ജന്മത്തിലും ആ വിഡ്ഢിയെ പ്രൊട്ടക്ട് ചെയ്യാനാണ് നീ ശ്രമിക്കുന്നതെന്ന് പറഞ്ഞു. ഗ്രിംറിപ്പർ ടെമ്പിളിൽ നിൽക്കുമ്പോൾ അവന് മനസ്സിലാകുന്നു അവൻ കിങ് ആണെന്ന്. ഗോബ്ലിൻ ടെമ്പിളിലേക്ക് നടന്നു വരികയാണ്. അന്ന് കിങ്ങിന് നേരെ അവൻ നടന്നു വന്നതുപോലെ. കിംഷിനും കിംസണിനും ഞാനൊരു ദുസ്വപ്നമാണെന്ന് ഗ്രിംറിപ്പർ മനസ്സിൽ പറയുന്നു. നിനക്ക് ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? പക്ഷേ നീ പറയുന്നത് എനിക്ക് നല്ല പോലെ കേൾക്കാം എന്ന് പറഞ്ഞ് ഗോബ്ലിൻ അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. ഇപ്പോൾ അവർ മുഖാമുഖം നിൽക്കുകയാണ്. എന്നിട്ട് ഗോബ്ലിൻ ഗ്രിംറിപ്പറിൻ്റെ കഴുത്തിൽ പിടിച്ചിട്ട് ജനറൽ കിംഷിൻ ആയ ഞാൻ എൻ്റെ രാജാവിനെ മുഖം കാണിക്കാൻ എത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു. അവിടെ വച്ച് എപ്പിസോഡ് 12 അവസാനിക്കുന്നു.